ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമയാണ്. അതിനാവശ്യമായ സാധനങ്ങളാണ് ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എന്നിവ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് തലേന്ന് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒരു കുക്കറിൽ എടുത്ത ശേഷം അല്പം ഉപ്പും മഞ്ഞളും പാകത്തിന് വെള്ളവും ഒഴിച്ച് നമ്മൾ വിസിലടിക്കാൻ ഗ്യാസിലേക്ക് വെക്കാം. ഗ്രീൻ പീസിൻ്റെ ലെവലിൻ്റെ തൊട്ട് മുകളിൽ വെള്ളം വരത്തക്ക രീതിയിൽ വെള്ളം വെച്ചാൽ മതിയാകും. ഒരു 3 to 4 വിസിലടിക്കുമ്പോൾ തന്നെ അത് വേകും. പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേവനുസരിച്ച് പിന്നീട് വിസിലടിപ്പിക്കാവുന്നതാണ്. അപ്പോഴേക്ക് ഇതിനാവശ്യമായ അരപ്പ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിലേക്ക് വേണ്ടത് തേങ്ങ, ഒരു നുള്ള് ജീരകം പൊടിച്ചത്, ജീരകമായിട്ട് ചേർത്താലും മതി. ഒരു കഷ്ണം ഏലയ്ക്ക, ചെറിയ കഷ്ണമാണെങ്കിൽ 2 മതി. അത് നമുക്ക് ഒരു സൈഡിൽ അരച്ച് വെക്കാം. അപ്പോഴേക്കും വിസിൽ വന്ന് നമ്മുടെ പച്ചക്കറി ഗ്രീൻ പീസും വെന്തോളും. അതോടൊപ്പം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് വെളുത്തുള്ളി, കരിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൂപ്പിച്ച ശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. 1-2 സവാള മതിയാകും. ഇത് നമ്മൾ ഉള്ളിക്കറിക്ക് എടുക്കുന്ന പോലെ നന്നായിട്ട് വഴട്ടിയെടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്ന മാത്രമേ ഉള്ളൂ. അതിലേക്കും പാകത്തിന് ഉപ്പ് ചേർക്കാം, മഞ്ഞളും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഗ്രീൻ പീസിലും പച്ചക്കറിയിലും ഉപ്പും മഞ്ഞളും ചേർത്തിട്ടുണ്ട്. അതിന് കണക്കാക്കി വേണം ഇവിടെയും ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് ആവശ്യമായ പൊടിവകകൾ നമുക്ക് ഒരു സൈഡിൽ കൂടെ റെഡിയാക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും മസാലയും മാത്രമാണ് ഇതിലേക്ക് ആവശ്യമായ പൊടി എന്ന് പറയുന്നത്. 2 സ്പൂൺ മല്ലിപ്പൊടിയും പാകത്തിന് മസാലയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ചേർക്കുന്നതിന് മുമ്പ് തന്നെ തക്കാളി നമുക്ക് സവാള വഴറ്റുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ചെറിയ തക്കാളി മതിയാകും. തക്കാളി ഒഴിവാക്കുന്നവർക്ക് ഒഴിവാക്കാം, പക്ഷെ തക്കാളി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇതിലേക്ക് നമുക്ക് പൊടിവക ചെറുതായി ഒന്ന് ചൂടാക്കിയ ശേഷം ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുത്ത ശേഷം അല്പനേരം കൂടെ ഒന്ന് വാട്ടുക. സവാളയും തക്കാളിയും അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെന്തിട്ടുണ്ട്. അത് വെന്തോന്ന് നമ്മൾ നോക്കുക. പാകത്തിന് വെന്തിട്ടില്ലെങ്കിൽ വിസിലടുപ്പിക്കാവുന്നതാണ്. വീണ്ടും വെന്തെങ്കിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അതുകൂടാതെ നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന സവാള തക്കാളി മിക്സ് പൊടിയൊക്കെ ചേർത്ത് വാട്ടി വെച്ചിരിക്കുന്ന ഈ മിക്സും നമുക്ക് അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം
കറിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് എടുക്കാം. നന്നായി തിളച്ച് വരുന്നുണ്ട്. വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. അത്യാവശ്യം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചപ്പാത്തി, വെള്ളയപ്പം എന്നിവയുടെ കൂടെയൊക്കെ ബെസ്റ്റാണ് ഈ വെജിറ്റബിൾ കുറുമ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.